ഈ നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെക്കുന്നു. അത് കുറച്ചുകൂടെ കാലം എടുക്കും, അല്ലെങ്കിൽ കുറച്ച് സമയം എടുക്കും എന്ന് പറയും. അത് നമ്മുടെ ഈ പറയുന്ന തൽക്കാലം നമുക്ക് ആശ്വസിക്കാം. അപ്പോൾ ഇവിടുന്ന് നമ്മുടെ മതപുരോഹിതൻ ഈ പറയുന്ന പോലെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹം സംസാരിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ സംസാരത്തിന് ഒരു ചെറിയ രീതിയിൽ അവരുടെ കുടുംബം പിന്നെ നോക്കാം, അവർ ഈ പറയുന്ന ആ ഒരു ദ്രവ്യം കുറച്ച് കാശ് എന്തോ അത് അവരുടെ കുടുംബാംഗങ്ങൾ ചിലർ വാങ്ങുന്നില്ല. സഹോദരൻ സമ്മതിക്കുന്നു, പക്ഷെ കുടുംബം വാങ്ങുന്നില്ല, ജീവന്റെ വില. അപ്പോൾ എൻ്റെ ഒരു സംശയം, ഈ പറയുന്ന രീതിയിൽ അവരെ വിട്ടയക്കണം അല്ലെങ്കിൽ അവരുടെ മോചനം എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മുടെ കേരള സമൂഹത്തിൻ്റെ ഇടയിൽ ആർക്കൊക്കെയോ എന്തൊക്കെയോ ഒരു ചൊറി ഇതിലുള്ളതുപോലെ അത് ശരിക്കും അവരൊരു സ്ത്രീയാണ്. നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഒരു സ്ത്രീയാണ്. അപ്പോൾ അവരുടെ ഒരു നിവൃത്തികെട്ട് അവർ ചെയ്തതെന്നാണ് ഈ സ്റ്റോറിയിലുടനീളം നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്തിന് ഇങ്ങനെ നമ്മുടെ സമൂഹം, എനിക്ക് മനസ്സിലാകുന്നില്ല. വിജയ് എന്താണ്, വിജയ് അതൊക്കെ വായിച്ചതിൽ നിന്ന് കേട്ടതിൽ നിന്നൊക്കെ വിജയ്ക്ക് എന്താ പറയാൻ? അല്ല, ഈ സമൂഹം എന്തുകൊണ്ടാണ് അങ്ങനെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ അമ്മയെ തല്ലിയാൽ തന്നെ രണ്ട് പക്ഷമാണെന്നാണല്ലോ. അമ്മയെ തല്ലിയാൽ രണ്ട് പക്ഷം എന്നാണല്ലോ. സമൂഹം എപ്പോഴും അമ്മയെ തല്ലിയാൽ തന്നെ അല്ലേ, തല്ലിയാൽ അതാ. അപ്പൊ എപ്പോഴും അങ്ങനെ ആയിരിക്കും. അപ്പോൾ ഈ പറയുന്ന പോലെ എല്ലാ വിഷയത്തിലും അങ്ങനെ ആയിരിക്കും. ഇതിലും അങ്ങനെയുണ്ട്. അത് നമ്മളത് വലിയ കാര്യമായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ഫ്രഞ്ച് എലമെന്റ്സ് എന്ന് പറയുമല്ലോ നമ്മളെല്ലായിടത്തും. ഇപ്പം അങ്ങനെ ഒരു അഭിപ്രായം, ദോഷൈകത്തുക്കൾ എന്നൊക്കെ പറയും. എല്ലാത്തിനും മറുവശം രണ്ട് വശമുണ്ട്. അതിങ്ങനെ ഒരു സൈഡിൽ നിന്ന് ചിലച്ചുകൊണ്ടിരിക്കും. അതെ, ഒരു ഭൂരിപക്ഷമല്ല, എന്നാൽ പോലും അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. പക്ഷെ അത് നമ്മുടെ ഇടയിൽ ഉണ്ടെന്നുള്ള ഒരു വലിയ ഒരു ചോദ്യമാണ്, വലിയൊരു നമ്മൾ അസ്വസ്ഥമാക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. അതിങ്ങനെ കാലം കഴിയും തോറും അത് കൂടി വരത്തേ ഉള്ളൂ. അതെ. എന്തായാലും നിമിഷപ്രിയ നാളെ, അതായത് ഒന്ന് ആലോചിച്ച് നോക്കുക, ആ സെല്ലാറിൽ കിടക്കുന്നതെന്ന് ആലോചിച്ച് നോക്കുക. സെല്ലാർ എന്നാണ് അതിനെ പറയുന്നത്. അതായത് നമ്മുടെ നാട്ടിൽ തന്നെ സെല്ലാർ എന്നാണ് പറയുന്നത്. അതായത് നാളെ തൂക്കിക്കൊല്ലാൻ പോകുന്ന ഒരു പ്രതി കിടക്കുന്ന മുറിയെ പറയുന്നത് സെല്ലാർ. അപ്പൊ ആ സെല്ലാറിൽ കിടക്കുമ്പോൾ വിശപ്പും ദാഹവും നമുക്ക് തോന്നൂല. അല്ല, മരണം മുന്നിൽ കണ്ട് കിടക്കുമല്ലേ. അതെ, അങ്ങനെ കിടക്കുമ്പോൾ ചില ആൾക്കാർക്ക് പെട്ടെന്ന് ഒരു സമാധാനമൊക്കെ ഉണ്ടാവും. മലയാള സിനിമയിലെ ധ്രുവം എന്ന് പറഞ്ഞൊരു സിനിമയില് അതെ ഒരു ഇതേപോലെ ആ ഒരു കഥാപാത്രത്തിനെ തൂക്കിക്കൊല്ലാനായി ചെന്ന് വിളിച്ചോണ്ട് വരുന്ന ഒരു രംഗമൊക്കെ ഉണ്ട്. അതെ, അദ്ദേഹം വളരെ ശാന്തനായിട്ട്. മോഹൻലാലിന്റെ തന്നെ ഒരു സിനിമയുണ്ട്, സതയം. മോഹൻലാൽ ഇതുപോലെ ഇഷ്ടം പോലെ കഥാപാത്രങ്ങൾ ചെയ്തു, ഒരുപാട് കഥാപാത്രം ചെയ്തിട്ടുണ്ട്, എല്ലാം തൂക്കിക്കൊല്ലുന്ന കഥാപാത്രം. പറഞ്ഞോളൂ. അപ്പൊ അദ്ദേഹം അതുപോലെ ഒരു അവസ്ഥയിൽ ആയിരുന്നിരിക്കണം പുള്ളിക്കാരി. കാരണം നിമിഷ എല്ലാ പ്രതീക്ഷയും കൈവിട്ടിരുന്ന ഒരു ആയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു അവസാനത്തെ ഓഡിയോ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഓഡിയോയിൽ അത് എത്രത്തോളം അത് ജെന്യുവൻ ആണെന്ന് അറിയില്ല. ആ ഓഡിയോയിൽ സംഭാഷണത്തിൽ വന്നത് നിമിഷപ്രിയ വളരെ എന്താ പറയാ, എല്ലാ പ്രതീക്ഷയും കൈവിട്ട ഒരവസ്ഥയിലായിരുന്നു സംസാരിച്ചിരുന്നത്. കാരണം മകളെ ഇനി കാണാൻ പറ്റില്ല, ഭർത്താവിനെ ഇനി കാണാൻ പറ്റില്ല, അമ്മയെ ഇനി കാണാൻ പറ്റില്ല. അമ്മ അറിയാലോ, അവരവിടെ ഉണ്ട്, യമനിലുണ്ട്. അപ്പോൾ അവർക്ക് മകളെ കാണാൻ പറ്റില്ല എന്നൊക്കെ തന്നെ ഒരു മകളുടെ ബോഡിയുമായിട്ടായിരിക്കാം തിരിച്ചു വരേണ്ടി വരുന്നത് എന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു. അല്ല, ക്ഷമിക്കണം, പ്രതീക്ഷയല്ല, എന്നൊരു വിഷമത്തിലായിരുന്നു അവരവിടെ ഉണ്ടായിരുന്നത്. ശരിയാണ്, അങ്ങനെ ഒരു വിഷമത്തിലായിരുന്നു അവര്. കാര്യം മകളുടെ ജീവസറ്റ ശരീരവും കൊണ്ട് വരിക, അത് ഒരിക്കലും ഒരു മാതാപിതാക്കൾക്ക് ഒരിക്കലും അത് അനുഭവിക്കാൻ പാടില്ല, അങ്ങനെ ഒരു സാഹചര്യം. അപ്പം എന്തായാലും അതിൽ നിന്നൊരു താൽക്കാലികമായ ഒരു ശമനം. അല്ലെങ്കിൽ തന്നെ വിജയ്, ഇപ്പം അവിടുന്ന് വിദേശത്ത് നിന്ന് അത്രയും ദൂരം വിമാനമാർഗം ബോഡിയെ കൊണ്ടുവരുന്നത്, നമുക്ക് വേണ്ടപ്പെട്ടവരുടെ മരണത്തിൽ നമ്മൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് അനുഭവിക്കുന്നതെന്ന് ചിന്തിച്ചു നോക്കുക, അതേ മാനസികാവസ്ഥ. അതെ, അത് മാത്രമല്ല കേട്ടോ, ഇപ്പൊ ഇതിനകത്ത് കേന്ദ്ര സർക്കാർ ഇന്നലെ പറഞ്ഞിരുന്നു നമുക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്തു എന്ന് പറയുമ്പോൾ അതിന് വലിയ വിമർശനങ്ങൾ. അതായത് ചാണ്ടി ഉമ്മൻ വന്നിട്ടൊക്കെ പറയുന്നുണ്ടായിരുന്നു, അതായത് മുൻപേ ചെയ്യാമായിരുന്നു. ഇവരെ മനസ്സിലാക്കാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, യമൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു കൃത്യമായ ഘടന എന്നുള്ള ഒരു രാഷ്ട്രമല്ല. അല്ല, അവിടെ ഈ പറയുന്ന സിവിൽ വാർ 2014 തുടങ്ങിയത്, 17 ഈ നിമിഷ അവിടെ എത്തുന്നത്. 20 എന്തുവാണ്, 2020 അറസ്റ്റിലാവുന്നത്. 2015 തുടങ്ങിയ യുദ്ധമാണത്, സിവിൽ വാർ. ഈ ഹൂതികളും ഭരണഘടനയും തമ്മിൽ. അപ്പൊ അവരുടെ എന്തോ ഒരു 6 ഡിസ്ട്രിക്റ്റ് ഉണ്ട്. നമ്മളിവിടെ നമ്മളിവിടെ സ്റ്റേറ്റ് എന്ന് പറയും. അതുപോലെ അവിടെ 6 ഫെഡറൽ സ്റ്റേറ്റുകളായിട്ട് തിരിക്കാനുള്ളൊരു തീരുമാനം ഉണ്ടാവുകയും അത് ഈ ഹൂതികൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ അവര് ഈ തലസ്ഥാനമായിട്ടുള്ള അതായത് സനയിൽ നിന്നാണ് നമ്മൾ നിമിഷപ്രിയ പിടിക്കപ്പെടുന്നത്. സനയിൽ ചെന്ന് അവർ മറ്റേ നിയമസഭ പിടിച്ചടക്കുകയും അവിടുന്ന് നമ്മൾ പ്രസിഡന്റ് ഹാദി അന്ന് തന്നെ പലായനം ചെയ്യുകയും ചെയ്തു.
അപ്പോൾ അങ്ങനത്തെ ഒരു 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 രാഷ്ട്രമാണ് അവിടെ. ഈ ഈ അഫ്ഗാനിസ്ഥാനിൽ നമ്മൾ താലിബാൻ എന്ന് പറയുന്ന ഒരു മുസ്ലിം ഗോത്രവർഗമാണ് അവിടെ ഭരിക്കുന്നത്. അവരുടെ അടുത്തൊക്കെ എന്ത് ചർച്ച നടത്താനാണ്? അവിടെ ഇന്ത്യൻ എംബസി പോലും ഇല്ല. സൗദി അറേബ്യയിലാണ് നമ്മൾക്ക് ഇന്ത്യൻ എംബസി ഉള്ളത്. യമനിലൊരു എംബസി ഇല്ല, ഇപ്പോൾ ഫങ്ഷനിങ് എംബസി ഇല്ല. അതുകൊണ്ടാണ് ഇവർ ഈ സാധാരണ നമ്മളൊരു പൗരനെ വധശിക്ഷയ്ക്ക് വിധിച്ചു കഴിഞ്ഞാൽ ആ വധശിക്ഷ വിധിക്കുമ്പോൾ അതിന്റെ ഒരു പകർപ്പ് എംബസിക്കും കൂടെ അയക്കും. തീർച്ചയായിട്ടും ഇവിടെ അയച്ചില്ല, കിട്ടിയിട്ടില്ല. പിന്നെ ഇവിടെ പണത്തിന്റെ പ്രശ്നമില്ല. ഇവിടെ ഒരു ദയാധനം കൊടുക്കാനായിട്ടുള്ള പലരും, ബോബി ചെമ്മണ്ണൂർ 1 കോടിയായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ പലരും 8.5 കോടി എന്ന് പറഞ്ഞാൽ മലയാളി സമൂഹത്തിന് ഉണ്ടാക്കാൻ പറ്റാത്ത തുകയൊന്നുമല്ല. നമ്മൾ അദ്ദേഹത്തിന്റെ പേര് മറന്നുപോയി, അബ്ദുൾ അല്ലേ, റഹീം അല്ലേ, അബ്ദുൾ റഹീമിനെ നമ്മൾ പുറത്ത് കൊണ്ടുവന്നത് നമ്മൾ 38ഓളം, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 38 കോടി 37 കോടിയാണ്. അത് ഒരാഴ്ച കൊണ്ട് സമാഹരിച്ചു കൊണ്ടുവന്നത്. അപ്പൊ അത് നമ്മള് ഇതില് മറ്റൊരു കാര്യം കൂടെ കേൾക്കുന്നുണ്ട് വിജയ്. അതായത് ഇദ്ദേഹത്തിന്റെ സഹോദരൻ അത് അക്സെപ്റ്റ് ചെയ്യുമ്പോഴും അവരുടെ കുടുംബം ഈ മോചനദ്രവ്യം വാങ്ങാൻ തയ്യാറാണ്. മോചനദ്രവ്യമല്ല, ഐ മീൻ ദയാധനം വാങ്ങാൻ തയ്യാറാകുന്നില്ല. എന്നുവെച്ചാൽ ഇത് വാങ്ങുന്നവർക്ക് എന്തോ കുറച്ചിൽ പോലെ, അല്ലെങ്കിൽ അതിന് ജീവന് വിലയിട്ടത് അല്ല ചേട്ടാ. ഇതില് പ്രശ്നം എന്താണെന്നറിയാമോ? ഈ ശരിയ നിയമപ്രകാരം ഈ കൊലപാതകം അല്ല ഏറ്റവും വലിയ കുറ്റം. കൊലപാതകം മറച്ചു വയ്ക്കാൻ ശ്രമിക്കുന്നതും മൃതദേഹത്തിനെ വെട്ടി നുറുക്കുന്നതും ആണ് ഈ ശരിയ നിയമത്തിൽ ചർച്ചയിലുണ്ടായിരുന്നത്. അപ്പൊ ഇവരെ സംബന്ധിച്ച് അവരുടെ മകനെ 110 കഷ്ണങ്ങളായിട്ട് വെട്ടി വാട്ടർ ടാങ്കിൽ ഇട്ട ഒരു സ്ത്രീയാണ് ഈ നിമിഷപ്രിയ. അത് തെളിയിക്കാൻ അവർ കഴിഞ്ഞിട്ടില്ലല്ലോ. അത് അവര് അല്ലെങ്കിൽ ആരോ ചെയ്തിട്ടുണ്ട്. അത് ആരെങ്കിലും ചെയ്തിട്ടുണ്ടെന്നുള്ള വ്യക്തമാണ്. നേഴ്സും കൂടെ ആയതുകൊണ്ട് ഇവർക്ക് ഈ ഓപ്പറേഷനും കാര്യങ്ങളും അറിയാന്നുള്ളതല്ലേ. സർജിക്കൽ ബ്ലേഡ് ഒക്കെ ഉപയോഗിക്കാൻ അറിയാലോ. ആയിരിക്കാം. എന്തായാലും നിമിഷപ്രിയ അത് അംഗീകരിക്കുന്നില്ല. നിമിഷപ്രിയ പറയുന്നത് മരണം സംഭവിച്ചത് എന്റെ കൈ കൊണ്ടാണ് എന്ന് പറയുന്നുണ്ട്. യാദൃശ്ചികമായി അത് സംഭവിച്ചു. അതെ, യാദൃശ്ചികമായി അത് സംഭവിച്ചു എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിനോടൊപ്പം തന്നെ പറയുന്നു ഇത് വെട്ടി പീസാക്കിയത് ഞാനല്ല എന്ന് പറയും. അപ്പോഴാണ് ഇവിടെ മറ്റൊരാളിലേക്ക് നമുക്ക് സംശയത്തിന്റെ ചൂണ്ടുവരൽ പോകുന്ന, ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ഹനാൻ എന്ന് പറയുന്ന യമനിലെ തന്നെ നേഴ്സായിരുന്നു. അവർക്ക് ജീവപര്യന്തമാണ് കിട്ടിയത്. ഒരു പക്ഷെ അവരുടെ ഒരു സഹായമായിരിക്കാം. ഞാൻ പറയുന്നില്ല, ഇപ്പം അവരെ ആണെങ്കിലും ഞാൻ കുറ്റപ്പെടുത്തില്ല. കൂട്ടുകാർക്ക് വേണ്ടി ഒപ്പം നിന്ന്. കാരണം ഈ വ്യക്തി എന്തായിരുന്നു എന്നുള്ളത് നമ്മൾ ഇന്നലത്തെ ചർച്ചയിൽ പറഞ്ഞു. തീർച്ചയായിട്ടും ഈ തലാൽ എന്ന് പറയുന്ന മരിച്ച വ്യക്തി, കൊല്ലപ്പെട്ട വ്യക്തി, അവർ കൊന്ന വ്യക്തി, അയാളുടെ സ്വഭാവം അത്ര. അപ്പം ഇവരുടെ കുടുംബം ചിന്തിക്കുന്നത് അങ്ങനെയാണ്. അവരുടെ ഇപ്പൊ എല്ലാ കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന് പറയില്ലേ. അത് മാത്രമല്ല അവർക്ക് സർവൈവ് ചെയ്യാൻ വേറെ മാർഗ്ഗമില്ലായിരുന്നായിരിക്കും. അല്ല, അതുകൊണ്ട് തലാലിന്റെ മാതാപിതാക്കൾ അങ്ങനെ അങ്ങനെ ചിന്തിക്കുകയുള്ളൂ. നമ്മുടെ മകനെ കൊന്നവൾ എല്ലാവരും അങ്ങനെ ചിന്തിക്കുകയുള്ളൂ. അതുകൊണ്ട് അപ്പൊ ഈ നമ്മുടെ കേന്ദ്ര സർക്കാരിനുള്ള ഇടപെടാനുള്ള പ്രശ്നം പരിധികൾ ഇതാണ്. അതായത് ഇവിടെ നമുക്ക് ഒരിക്കലും ഇങ്ങനെയുള്ളൊരു ഭരണഘടനയോ ഒന്നുമില്ലാതെ ഒരു അരക്ഷിത എന്താ പറയുക, നമ്മൾ അനാർക്കി എന്ന് പറയും, അരാജകാവസ്ഥ. അരാജകമായ അവസ്ഥ. നമ്മൾ ഈ പറയുന്ന നമ്മുടെ ഭരണകൂടത്തിന് അതിൽ ഇടപെടാൻ പറ്റില്ലേ? പറയുന്ന പോലെ നമ്മുടെ രാഷ്ട്രം എന്ന് പറയുന്നത് നമുക്ക് പറയാൻ ഇപ്പൊ വിദേശകാര്യമന്ത്രി വി മുരളീധരൻ ഇപ്പൊ പറയുന്ന കാന്തപുരത്തിന്റെ ഇടപെടൽ എന്ന് പറയുന്നത്, കാന്തപുരം അവിടെ മതപരമായിട്ടുള്ള ഒരു സൂഫി വരിയനെയാണ് കണ്ടിരിക്കുന്നത്. കാരണം അത്തരത്തിലൊരു ഇടപെടൽ ഇവിടെ സാധ്യമായിട്ടുള്ളൂ. അങ്ങനെ ഉള്ളിനി, അതായത് അവിടെ അത് മതരാഷ്ട്രം എന്ന് പോലും പറയാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ അവിടെ ഒരു അനാർക്കി അല്ലെങ്കിൽ അരാജകത്വം നിലനിൽക്കുന്ന ഒരു രാജ്യമാണ്. അവിടെ ഇപ്പം എന്താ പറയുക, ഒരു അവിടെ ഇങ്ങനെ ഒരു സംഭാഷണമേ പോസിബിൾ ആവത്തുള്ളൂ. അതായത് ഒരു പണ്ഡിതൻ മറ്റൊരു പണ്ഡിതനെയാണ് ഇവിടെ കോണ്ടാക്ട് ചെയ്തിരിക്കുന്നത്. അതെങ്ങനെയാണ് ഒരു റിപ്പബ്ലിക് സോവറിൻ ആയിട്ടുള്ള കൺട്രി നമ്മുടെ അങ്ങനെ നമ്മൾ അവിടെ എങ്ങനെ ഒരു മതപണ്ഡിതനുമായിട്ട് നമ്മളൊക്കെ എങ്ങനെ സംസാരിക്കാൻ പറ്റും? നമുക്ക് അതിന് പറ്റില്ല. തീർച്ചയായിട്ടും. ഇപ്പൊ അറിയാലോ, ഈ ട്രംപ് ഒക്കെ തന്നെ നമ്മുടെ നരേന്ദ്രമോദിയാണ് ചർച്ചയ്ക്ക് വിളിക്കുന്നത്. പാകിസ്ഥാനിൽ ആരെയാണ് ചർച്ചയ്ക്ക് വിളിക്കുന്നത്? അസീം മുനീറിനെ വിളിക്കുന്നത്. അസീം മുനീർ ആരാ? പ്രൈം മിനിസ്റ്റർ അല്ല, അവിടുത്തെ അവരുടെ സൈനിക മേധാവി. അപ്പൊ അതാണ് ഒരു മതരാഷ്ട്രത്തിന്റെ. അപ്പൊ ഇത് പാകിസ്ഥാനെക്കാളും വളരെ കെയോട്ടിക് അങ്ങനത്തെ ഒരു രാജ്യമാണത്. അവർക്ക് തന്നെ അവർ സിറിയയായിട്ട് യുദ്ധത്തിലാണ്. ഇപ്പം സിറിയയായിട്ട് യുദ്ധത്തിലുണ്ട്. ഇതിനകത്ത് ആഭ്യന്തര കലാപം, അതാണ് ഈ ഹൂതികൾ. ഇങ്ങനത്തെ ഒരു അരക്ഷിതാവസ്ഥയിൽ കിടക്കുന്ന. പക്ഷെ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടെന്ന് തോന്നുന്നു ഈ ഇദ്ദേഹത്തിന്റെ ഒരു സംസാരത്തിൽ. ഈ കുടുംബം കാശ് വാങ്ങാതിരിക്കുമ്പോൾ അവരുടെ ജീവൻ എങ്ങനെയായി തീരുകയും നീട്ടിവെച്ചു എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇനിയും മൈൻഡ് മാറാനുള്ള സാധ്യത ഉണ്ടാവുമോ? അല്ല, അതിനാണ് ഈ മതപരമായിട്ടുള്ള, കാരണം ഇത്തരത്തിൽ മതപരമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണല്ലോ അവിടെ ഉള്ളത്. ഇപ്പൊ ഈ തലാൽ എന്ന് പറയുന്ന വ്യക്തിയുടെ വീട്ടുകാരാണെങ്കിലും മതപരമായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരെ എന്തെങ്കിലും രീതിയിൽ അവരെ കൺവിൻസ് ചെയ്യണമെങ്കിൽ മതപരമായിട്ട് മാത്രമേ പറ്റുള്ളൂ.
ഖുറാനിലെ തന്നെ വരികൾ അങ്ങനെ പറ്റുള്ളൂ. അത് കോട്ട് ചെയ്ത് അത് ഉദ്ധരിച്ചേ നമുക്കത് പറയാൻ പറ്റുള്ളൂ. യേശുക്രിസ്തു പറഞ്ഞിട്ടുള്ള വരികളുണ്ട്, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കും, നിന്റെ ശത്രുവിനെ സ്നേഹിക്കും എന്നൊക്കെ. അത്തരത്തിൽ വചനങ്ങൾ ഖുറാനിലുണ്ടോ എന്ന് എനിക്കറിയില്ല. അത്തരത്തിൽ എനിക്കറിയില്ല. അല്ല, അതിലുണ്ടെങ്കിൽ അത് വളരെ എളുപ്പമായിരിക്കും ജോലി. പക്ഷെ എന്നാൽ പോലും ഈ അങ്ങനെ മാത്രമേ ഇതിനകത്ത് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ. കാരണം അതാണ് പറയുന്നത്, കാന്തപുരം അതുകൊണ്ടാണ് ഈ സൂഫി വര്യനുമായിട്ട് സംസാരിച്ചു. സൂഫി വര്യൻ ഇനി ആ കുടുംബത്തിനെ വരുതി കൊണ്ടുവരുന്ന, അതായത് അവരെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ. അത് വിജയം കാണും എന്ന് എന്തായാലും. വധശിക്ഷ നീട്ടിവെച്ച സ്ഥിതിക്ക് ഞാൻ വിശ്വസിക്കുന്നത് നിമിഷപ്രിയ തിരിച്ചു വരും, ഭാരത മണ്ണിലേക്ക് കാലുകുത്തും. അവർ വിമാനത്തിൽ വന്ന് ഇറങ്ങുന്നത് നമുക്ക് കാണാൻ പറ്റട്ടെ എന്നുള്ളതാണ്. കാരണം അവർക്ക് തിരിച്ചു വന്നാൽ പോലും അവരുടെ ജീവിതത്തിൽ ഇതൊന്നും ഒരു ട്രോമ ആയിരിക്കും എന്നുള്ളത് മാത്രമല്ല, ഒരുപാട് കടങ്ങളുണ്ട്. ഈ തലാലെന്ന വ്യക്തി ഉണ്ടാക്കി വെച്ച കടകൾ, ഇവരുടെ സ്വത്തടിച്ച് മാത്രമല്ല, അത് നമ്മൾ ഈ പറഞ്ഞ കൊലപാതകത്തിന് ശേഷം കഷ്ടങ്ങളാക്കിയതൊക്കെ അവർക്ക് സത്യം പറയാനുണ്ടാവും. അത് അതിന്റെ മറുവശം നമ്മൾ കേട്ടിട്ടില്ല. ഞാൻ എന്തായാലും നമ്മൾ ചർച്ചയിൽ പറഞ്ഞു, അതായത് അവരുടെ ഈ പല ഡോക്യുമെന്റുകളിലും അവരെ കൊണ്ട് ഒപ്പിടിച്ചു. അവർക്ക് അറബി അറിയില്ലായിരുന്നു, അവർക്ക് കൃത്യമായ ലീഗൽ ഡിഫൻസ് കിട്ടിയില്ല. നമ്മളിവിടെയൊക്കെ ആണെങ്കിൽ അജ്മൽ കസബിന് വരെ നമ്മൾ കൊടുത്തിട്ടുണ്ട്, നീതി കിട്ടാവുന്ന പ്രോസിക്യൂഷൻ അല്ലെ കേൾക്കാനുള്ളത് കൊടുത്തിട്ടുണ്ട്. അല്ലാതെ നമ്മൾ ചെയ്തിട്ടില്ല. അത് അങ്ങനെ നമ്മുടെ മഹാരാജ്യത്തിന്റെ മഹാമനസ്കതയൊന്നും വേറെ രാജ്യങ്ങൾക്കൊന്നും ഉണ്ടാവില്ല. നമ്മുടെ നീതിയൊക്കെ. അപ്പൊ അതുകൊണ്ട് ഈ കേന്ദ്ര സർക്കാരിനെ കുറ്റം പറയുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ടത് ഒരു പറഞ്ഞ വിജയ്, ഈ സമൂഹ മാധ്യമങ്ങളിൽ കമന്റ് ഇടുന്നവരോടും നമുക്ക് പറയാനുള്ളത് അതോട് പറയൂ. സമൂഹ മാധ്യമങ്ങളിൽ അവരുടെ മനസ്സിൽ അവർ പറയുന്നത് രണ്ട് രീതിയിൽ പറയുന്നവരുണ്ട്. ഒന്നും വർഗീയമായിട്ടുള്ള വിഷം ചീറ്റുന്നവരുണ്ട്, അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ. അത് പോട്ടെ, അവരുടെ അടുത്തൊന്നും പ്രത്യേകിച്ച് പറയാനില്ല. കാരണം അത് അവരുടെ വിഷം അവരുടെ കയ്യിരിക്കട്ടെ. അല്ലാതെ അവർ പറയുന്ന ഇവർ വെട്ടി നുറുക്കിയില്ലേ എന്നുള്ള, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഒരാൾ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് തിരിച്ചു ഉപദ്രവിക്കാനുള്ള കഴിവില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ അതിനുള്ള ശേഷി കുറവുള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോലീസിൽ പരാതിപ്പെടും. ഈ പോലീസിൽ പരാതിപ്പെട്ട ആൾ ജയിലിലായിട്ട് 10 ദിവസം കഴിഞ്ഞ് പിന്നെയും വന്ന് നിങ്ങൾ അടിച്ചാൽ എന്ത് ചെയ്യും? നിങ്ങൾ വീണ്ടും പോലീസിൽ പറയും. ഇത് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്കും, രക്ഷപ്പെടാൻ പറ്റില്ല. അപ്പോൾ ആ സാഹചര്യത്തിൽ എന്ത് ചെയ്യും? ഒന്നുകിൽ ആക്രമിക്കാൻ നോക്കും, ആക്രമിച്ച് വരുതിയിലാക്കാൻ നോക്കും. പക്ഷെ ചിലപ്പോൾ കടുങ്കൈ ചെയ്യും. അതെ, അങ്ങനെ നിങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടി മയക്കി കടത്തി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ ഇത്തരത്തിലൊരു അപകടം ഉണ്ടാവുകയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ലെന്ന് നിങ്ങൾ മനസ്സിലാവും. നിങ്ങൾ അത് മറച്ചു വയ്ക്കാൻ ശ്രമിക്കും. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് പറയുന്നതല്ല, ഇതിനെ കുറ്റപ്പെടുത്തുമ്പോൾ അതും കൂടെ ഇത് കൂടെ ചിന്തിക്കുക. ഒരു നിസ്സഹായ ഒരു സ്ത്രീ ഒക്കെ അവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പിന്നെ ഈ വെട്ടി നുറുക്കിയതിനെ പറ്റി അവരത് പറയുന്നില്ല, അവരത് ചെയ്തിട്ടുണ്ടെന്ന് ഇപ്പോഴും അവർ പറയുന്നില്ല. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണെന്ന് നിമിഷപ്രിയ തിരിച്ചു വന്നതിന് ശേഷം മാത്രമേ